ശൗല് ഭയങ്കര ശക്തിയുള്ളവനായിരുന്നു, അധികാരവും മസിൽ പവറും മണി പവറും ഒക്കെ ഉള്ളവനായിരുന്നു. ദമസ്കോസിന് പടിവാതിൽ കർത്താവെന്ന് തൊട്ടതിലുള്ള എല്ലാ പവറും താഴ്ത്തി. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണു തുറന്നു വിട്ടാൽ കേട്ടോ. ഇതിന് ശൗലിനെ കുറിച്ച് ബൈബിളിൽ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അക്ഷരിക ശക്തിയല്ല, ആത്മീക ശക്തി. യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ പൗലോസ് ദൈവശക്തിയാൽ നിറഞ്ഞ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. പഴയ നിയമത്തിൽ നോക്കൂ, ഈ ശക്തിയുടെ പ്രദർശനം ഒത്തിരി ഇടത്തുണ്ട്. നമ്മുടെ ഒരു പ്രശ്നം, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് ആത്മനിറവ്. ഈ ഫൈനാൻഷ്യൽ കാര്യം നമ്മൾ ഒത്തിരി ബാലൻസ് ചെയ്യുന്ന ആളാണ്. 25,000 രൂപ ശമ്പളം കിട്ടിയ 5,000 രൂപ വെജിറ്റബിളും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ, അരിയൊക്കെ വാങ്ങിക്കാൻ സ്തോത്രം. പിന്നെ 5,000 രൂപ സ്തോത്രം വൈകിട്ട് ഹോട്ടലുകളൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ 5,000 രൂപ ഫോൺ ചാർജ് ചെയ്യാൻ പിള്ളേർക്ക് സ്തോത്രം എല്ലാം കൂടെ ചേർത്ത്. അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട്, അതുകൊണ്ടാണ് തകരാതെ നിൽക്കുന്നത്. അതുപോലെ ആത്മനിറവും ബാലൻസ് ചെയ്യാറുണ്ടോ? എൻ്റെ പാസ്റ്ററെ അതിനൊക്കെ എവിടാ നേരം? അതാ ഈ ഗതികേട് വന്ന് സ്തോത്രം. പലരും ബന്ധിക്കപ്പെടുന്നതിൻ്റെ പിമ്പിലെ രഹസ്യം ദൈവം ശക്തനല്ലാഞ്ഞിട്ടല്ല, നിങ്ങളിൽ ആ നിറവില്ലാത്തതുകൊണ്ട്. പിള്ളേർ പന്ത് കളിക്കുമ്പം പന്ത് കളിക്കുന്ന പന്ത് കളിയുടെ ഉഗ്രത വരണമെങ്കിൽ ആ പന്തിൽ എയർ ഫില്ലായിരിക്കണം. എയർ ഫില്ലായാലേ എയർ കൂടാനും പറ്റത്തില്ല, കുറയാനും പറ്റത്തില്ല. സ്തോത്രം. ഇതുപോലെ ഹോളി സ്പിരിറ്റിന്റെ ശക്തി ഒരു ദൈവ പൈതലിൽ നിറഞ്ഞു നിൽക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതിൻ്റെ അടുത്ത തലത്തിലോട്ട് ഞാൻ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. നിന്റെ മുമ്പിൽ ഈ ശക്തി ഉണ്ടെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും തടയാൻ പറ്റുക. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യുക. ശിംശോനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവൻ ഒരിക്കൽ മുന്തിരിത്തോട്ടത്തിന് അരികെ കൂടെ പോയപ്പോൾ ഒരു ബാലസിംഹം അവന് നേരെ ചാടി വീണു. അക്ഷരീകമായിട്ട് സിംഹത്തെ എവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പുതിയ നിയമസഭയ്ക്ക് എഴുതുന്നത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, ബാക്കി പറ, അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ ആണെങ്കിൽ ശിംശോന്റെ മുമ്പിൽ വന്ന അക്ഷരീക സിംഹത്തെ അവിടെ നിന്ന് നിർത്താം. ഞാനതിന് ആത്മീക അർത്ഥം പറയാം. തൻ്റെ മുൻപോട്ടുള്ള യാത്രയുടെ മുമ്പിൽ ഇനിയും നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ഒരു സിംഹശക്തി തൻ്റെ മുമ്പിൽ അലറി വെളിപ്പെട്ടു. നിന്റെ വഴിമുടക്കിയ എതിരാൻ നിന്റെ ആയുധം വേണ്ട, ഒരാമീൻ, മറിച്ച് നിന്റെ അകത്തെ നിറവ് മതി.